സ്വല്ലല്ലാഹു പറഞ്ഞു ചിലപ്പോൾ ആ ബോധം നഷ്ടപ്പെടും, അവർ വഫാത്താകാൻ സാധ്യതയുണ്ട്. അന്നത്തെ അർദ്ധരാത്രിയാകുമ്പോൾ ത്വൽഅത്ത് ബിൻ ബറാഹ റളിയല്ലാഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണാൻ വന്നിരുന്നു, ബോധം തെളിഞ്ഞാൽ ഉടനെ അറിയിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ത്വൽഅത്ത് ബിൻ ബറാഹ റളിയല്ലാഹു വീട്ടുകാരോട് ചോദിച്ചു, ഇത് ഏത് സമയമാണ്? ഇത് അർദ്ധരാത്രിയാണ്, എന്നാൽ ഈ രാത്രി തങ്ങളെ അറിയിക്കരുത്. തങ്ങളെ ബഹുമാനികളെ, ഇപ്പോൾ ഞങ്ങളുള്ളത് മസ്ജിദ് മിസ്ബാഹ് എന്ന് പറയും, ആ പള്ളിയിലാണുള്ളത്. അതുപോലെ മസ്ജിദ് ഉനൈഫ് എന്ന് പറയും, ബനു ഉനൈഫ്. ഭയങ്കര സെറ്റപ്പാക്കിയിട്ടുണ്ട് അവിടെ. എന്താ മുതലേറെ ഭയങ്കര സംഭവമാക്കിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ത്വലഅൽ ബദറു ചൊല്ലിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടുന്ന് മദീനക്കാർ സ്വീകരിച്ചത്. അതുവരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, നിങ്ങൾ അതുവരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, എന്താണ് ഇപ്പോൾ ഈ കാണത്? സൗദി അറേബ്യയിലാണ് എഴുതി കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ത്വലഅൽ ബദറു ചൊല്ലി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാ, നമുക്കെന്താ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ത്വലഅൽ ബദറു ചൊല്ലിയാൽ ആരെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മൗലിദ് ഓതാൻ പാടില്ല, മുത്തുനബിനെ പിന്നെ പുകഴ്ത്തിയിട്ട് പാടാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? സൗദി അറേബ്യയിൽ മസ്ജിദുൽ ഖുബായിൻ്റെ തൊട്ടുചാരത്ത് മസ്ജിദ് മിസ്ബാഹ് എന്ന് പറയപ്പെടുന്ന പള്ളിയുടെ തൊട്ടടുത്താണ് എഴുതിച്ചുള്ളത്. പിന്നെ അവിടെ ഇത് തുൻസബു ഹാദിഹിൽ അബിയത്തുല്ലാഹിൽ മദീനത്തുൽ മുനവ്വറ ഹീന ഇസ്തഖ്ബല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിർ മിൻ മക്ക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് ഇവിടെ മദീനക്കാർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ചൊല്ലിയ ത്വലഅൽ ബദറു അലൈന മിൻ സാനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീന ജിത ബിൽ അംരിൽ മുതാഇ ജിത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ ത്വലഅൻ നൂറുൽ മുബീൻ നൂറു ഖൈറുൽ മുർസലീന നൂർ അമ്നിയും വസലാമിൻ നൂറിന് ഹക്കും യഖീൻ. കണ്ടങ്ങൾ എന്താ ഉഷാറായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ഇതൊന്നും ഇല്ല, ഇങ്ങനൊന്നും പാടില്ല, മൗലിദ് ഓതാൻ പാടില്ല, നബിദിനം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് ഇതൊക്കെ നല്ലൊരു മറുപടിയാണ്. ഇത് സൗദി അറേബ്യയിൽ വളരെ ഒരു ടൂറിസ്റ്റ് ആക്കിയാണ് കൊണ്ടുവന്നിട്ട്. ഇനി ആ പള്ളിയാണ് നിങ്ങൾ കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്താണ്. അതല്ല ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വന്നപ്പോഴാണ് എന്നും അഭിപ്രായമുണ്ട്. ആദ്യമായി സുബഹി നിസ്കരിച്ച പള്ളിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മസ്ജിദുൽ മിസ്ബാഹ് എന്ന് പേരുണ്ട്, മസ്ജിദ് ബനു ഉനൈഫ് എന്ന് പേരുണ്ട്. ബനു മസ്ജിദ് ഉനൈഫ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മസ്ജിദ് മിസ്ബാഹ് എന്ന് പേരുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. പള്ളിയുടെ ഉൾഭാഗം കാണിച്ചാൽ അവിടെ നിസ്കരിക്കുക, അവിടെ പെണ്ണുങ്ങളുടെ അവിടെ അവരുടെ ഇറങ്ങിയിട്ട് കാണിച്ചു കേട്ടോ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഇവിടെ നിന്ന് അസർ നിസ്കരിക്കണം, നമുക്ക് അസർ ഇവിടെ നിന്ന് നിസ്കരിക്കണം. ജമാഅത്ത് കസറായിട്ട് നിസ്കരിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇതാണ് മസ്ജിദ് അബി ഹുനൈഫ് എന്ന് പറയും, മസ്ജിദ് മിസ്ബാഹ് എന്നും പറയും. ഭയങ്കര സെറ്റപ്പായിട്ട് കൊണ്ടുവന്നത്. പുതിയൊരു അറിവും കൂടി കിട്ടിയിട്ടുണ്ട്. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ആ റൂട്ട് ഇപ്പോൾ ഓപ്പണായി വരികയാണ്. അത്രേ ഓപ്പണായിട്ടുണ്ട് കേട്ടോ. അതായത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന അതേ ശൈലിയിൽ 1500 റിയാല് പാക്കേജ് റേറ്റായിട്ട് അതിന് പ്രത്യേക ഡ്രസ് കോഡിങ്ങൊക്കെ കൊടുത്ത് പിന്നെ ബസ് മാർഗം ഒട്ടകമാർഗം ഒക്കെ യാത്ര ചെയ്തിട്ട് ഇവിടെയാണ് അത് എൻഡ് ചെയ്യണത്, ഇവിടെയാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി സുബഹി നിസ്കരിച്ച സ്ഥലമാണ് മസ്ജിദ് മിസ്ബാഹ് എന്നുണ്ട്. അല്ല ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് സുബഹി നിസ്കരിച്ചതാണ്. അങ്ങനെയും അഭിപ്രായമുണ്ട്. അപ്പോൾ രണ്ടഭിപ്രായം. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കരിച്ച പള്ളിയാണിത്. അതുകൊണ്ടാണ് പള്ളിക്ക് മസ്ജിദ് മിസ്ബാഹ് എന്ന് പേരിട്ടത്. ഇനി പിന്നെ ഈ ഹിജ്റ വഴി ഓപ്പണായി പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് 3 ദിവസത്തെ യാത്ര ചെയ്തുകൊണ്ട് പാക്കേജ് ഇടുമ്പോൾ ഇവിടെ വന്നിട്ടാണ് അത് അവസാനിപ്പിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കിട്ടിയ പുതിയൊരു അറിവാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ പിന്നെ മസ്ജിദ് കുബ പള്ളി കാണും കേട്ടോ. കുബ പള്ളി ഇവിടെ നിന്ന് കാണുന്നത് നേരെ തൊട്ടടുത്ത് തന്നെയാണ് കുബ പള്ളിയിൽ. കുബ പള്ളീൻ്റെ തൊട്ടടുത്താണ് മസ്ജിദ് മിസ്ബാഹ് ഉള്ളത്. കണ്ടതാ കാണാം മിസ്ബാഹ്. അൽഹംദുലില്ലാഹ്. മസ്ജിദ് കുബാദ കാണും. ഫുള്ള് ടൂറിസ്റ്റ് ആക്കി കൊണ്ടുവന്നത്. എന്താ അടിപൊളി സെറ്റപ്പ് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട്, അതായത് ഈ കാണുന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യാണ് കുബ പള്ളിയിലേക്ക് നടന്നു പോകുന്ന രീതിയിലാണ് ഗവൺമെൻറ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. കണ്ടോ ഭയങ്കര സെറ്റപ്പോട് കൂടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനൊന്നും ആയിട്ടില്ല. എത്ര പെട്ടെന്നാണ് ഈ രൂപത്തിലൊക്കെ അവർ കൊണ്ടുവന്നത്.
അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടേക്ക് നിങ്ങൾക്കൊക്കെ പലതവണ എത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകിച്ച് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ത്വലഉൽ ബദ്ർ ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച സംഭവം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പറയും നബിദിനം വരുമ്പോൾ നബിദിനം കൊണ്ടാടാൻ പാടില്ല, മൗലിദ് ഓടാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ അത് വളരെ തെറ്റാണെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ഈ ത്വലഉൽ ബദ്ർ എഴുതിയ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചതാണ് ത്വലഉൽ ബദ്ർ ചൊല്ലിയിട്ട്. അതാണ് കാണിച്ചത്. ഇൻഷാ അല്ലാഹ് ഇവിടെ എത്താനുള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിലേക്ക് വെള്ളമെടുത്തിരുന്ന കിണറാണ് ഈ കണബീർ ഫക്കീർ എന്നാണ് കിണറ്റിൻ്റെ പേര്. ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അതിന് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. പുറത്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ആ കിണറാണ് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് ഒളു കൊടുത്തിട്ടുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ട്. ഇനി ഇവിടെ നേരെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മുടെ ബുറാക്ക് സംഘം പോകുന്നത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈത്തപ്പഴത്തോട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ചരിത്രങ്ങളൊക്കെ ഹ്രസ്വമായ രൂപത്തിലാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ മുമ്പ് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. ഏതായാലും ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഈത്തപ്പഴത്തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ ബുറാക്ക് സംഘം ഉള്ളത്. അൽഹംദുലില്ലാ. കൂട്ടത്തിൽ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു മസാലയും കൂടിയും കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ഒരു കാരണമുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അറിയിക്കുന്ന 3 അടയാളങ്ങൾ. ഒന്ന് മുത്തനബി സ്വതക്ക സ്വീകരിക്കൂല, മറ്റൊന്ന് ഹദിയ സ്വീകരിക്കുള്ളൂ, പിന്നെ മറ്റൊന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകു വശത്ത് നുബുവത്തിൻ്റെ അടയാളം ഉണ്ടാവും. ആ സംഭവങ്ങളൊക്കെ എന്തിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യഹൂദിയുടെ തോട്ടമായിരുന്നു. ആ യഹൂദിയുടെ അടിമത്വത്തിൽ നിന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ യഹൂദി കണ്ടെത്തിയത്, യഹൂദി പറഞ്ഞത്, നിങ്ങൾ 300 ഈന്തപ്പന മരം ഇവിടെ നട്ടുപിടിപ്പിച്ച് അത് വലിയ മരാക്കി കൊണ്ടുവന്ന് അതിൽ പഴങ്ങൾ കായ്ക്കണം, എന്നാൽ നിങ്ങളെ അടിമത്തത്തിൽ മോചിപ്പിക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് 300 തൈ നട്ടുപിടിപ്പിക്കുകയാണ്. സാധാരണ വർഷങ്ങളോളമാവും ഒരു ഈന്തപ്പന വളർന്ന് വന്ന് അതിമ പഴം കായ്ക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കാരണം അത് പെട്ടെന്ന് വളർന്ന് വന്ന് പഴം കായ്ച്ചു. ഒന്ന് മാത്രം കായ്ച്ചില്ല. ആ ഒന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു നട്ടതായിരുന്നു. അതെന്തിനാണ്? ജനങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് എന്താണെന്ന് അറിയണം, മനസ്സിലാക്കണം, എന്നിട്ട് അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ഏതായാലും ആ തോട്ടത്തിലാണുള്ളത്. നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നമ്മൾ ബുറാക്ക് സംഘപ്പം പോകുന്നത് ബീറു ഗർസിലേക്കാണ്. അതായത് അതിമനോഹരമായ ഒരു സ്ഥലം. അതിൻ്റെക്കപ്പുറം ആ കിണറ്റിൽ ബീറു ഗർസ് കിണർ, ആ കിണറ്റിലുള്ള വെള്ളം അതിൻ്റെ ഒരു ബറക്കത്ത് ചെറുതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താണ്ട് മുമ്പ് അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഞാൻ വഫാത്തായാൽ ഇതിൽ നിന്ന് 7 തോൽപാത്രത്തിൽ വെള്ളം എടുത്തിട്ട് എന്നെ മയ്യിത്ത് കുളിപ്പിക്കണം. പിന്നെ മുത്തുനബി ആ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് സ്വർഗത്തിലെ വെള്ളമാണെന്ന് പറഞ്ഞു. മുത്തുനബിൻ്റെ ഉമിനീര് കലർത്തപ്പെട്ട ഒരു വെള്ളം കൂടിയാണ്. ആ വെള്ളം കുടിക്കാനാണ് നമ്മൾ ഹാജിമാർ പോകുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഈ പറയപ്പെട്ട പ്രവാചകൻ മദീനയിലുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടെ ചെന്ന് പരീക്ഷണം നടത്താൻ നോക്കി. ആദ്യം കുറച്ച് ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ വകയിട്ട് താങ്കൾക്ക് സ്വതക്കയാണ്. ഉടനെ ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് എനിക്ക് വേണ്ട. ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിലും ആരുണ്ട്? തങ്ങന്മാരുണ്ട്. തങ്ങന്മാർക്ക് ഒരിക്കലും നമ്മളെന്ത് കൊടുക്കാൻ പാടില്ല? സ്വതക്ക കൊടുക്കാൻ പാടില്ല, സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന എപ്പോഴാണ്? ചെറിയ പെരുന്നാളിനോടനുബന്ധമായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ പറയാൻ കരുതിയതല്ല. വഞ്ചനയിൽ നിങ്ങളാരും പെട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഠനം കൂടിയാണല്ലോ നമ്മുടെ ഉംറ യാത്ര എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നടന്ന് സിയാറ പൂർത്തിയായപ്പോൾ നമ്മുടെ ബുറാക്ക് സംഘം
ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് യാത്ര ചോദിക്കുകയാണ് കേട്ടോ. നാട്ടിലേക്ക് പോരാൻ വേണ്ടി യാത്ര ചോദിക്കുകയാണ്. കണ്ണീരോടുകൂടി കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുള്ളൊരു യാത്ര ചോദിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് നബിയോട് സലാം പറഞ്ഞ് നാട്ടിലേക്ക് പോകാനുള്ള സമ്മതം ചോദിക്കുകയാണ്. ഇനിയും ഒരുപാട് തവണ വരാൻ അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. പല തവണത്തുള്ള തൗഫീഖ് അവർക്കും നമ്മുടെ ഈ മെസ്സേജുകളൊക്കെ നോക്കിക്കാണുന്ന എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് സദാസമയം ദ്വാരക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ സലാം പറയാം. എന്നോട് പ്രത്യേകിച്ച് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മത്തൽ ലിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖാതിമൻ നബിയ്യീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഷഫീഉൽ മുദ്നിബീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂൽ റബ്ബിൽ ആലമീൻ. ഇതുപോലെ വന്നിട്ട് എല്ലാവർക്കും മുത്തുനബിനോട് സലാം പറയാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. 76 വയസ്സ് എന്ന നമ്മുടെ കരീം ഉസ്താദിന്റെ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സ്വലാത്തി പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളത്. 1. അതിന്റെ പുറമെ ഈ 76 വയസ്സിലും 8 ഉംറ പ്രിയപ്പെട്ട ഉമ്മ ചെയ്തു എന്നുള്ള മറ്റൊരു ക്രെഡിറ്റ്. പിന്നെ ഏതൊക്കെ മല കയറി, ജബലൂർ കയറിയില്ലേ, ഏറ്റവും മുന്നിൽ അമീറായിട്ട് അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു എന്ന് അറിഞ്ഞത്. പിന്നെ ഇന്നലെ പർവ്വതം കയറിയോ? അതും കയറിയോ? മാഷാ അല്ലാഹ്, അതും കയറി. 8 ഉംറ ഇതൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഒക്കെ കബൂലാക്കുമാറാവട്ടെ. ഉമ്മാക്കാണ് ആ സമ്മാനം കൊടുക്കുമ്പോ സ്വർഗത്തിൽ കിടക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഉമ്മയ്ക്കും 1,27,000 എത്രയോ ഉണ്ടല്ലേ? 1,27,000 സ്വലാത്ത് നമ്മളെ ജലീലിന്റെ മോള് ഫൈഹമോള് ചൊല്ലിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വലിയ സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യത്തിൽ പറയണ്ട്, കുട്ടികൾ ഉണ്ടാവുമ്പോ പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അൽഹംദുലില്ലാഹ് 2 കുട്ടികളെ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരു ബുദ്ധിമുട്ട് ആർക്കും വന്നിട്ടില്ല. ഇന്നലെ നമ്മളെ ചെറിയ മോളൂസ് ചെറിയ കരച്ചിലുണ്ടായി, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല മക്കളൊക്കെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എത്ര പഠിക്കണേ? ഈ 5ക്ക് മദ്രസിലോ സ്കൂളില്? മദ്രസിലോ? മദ്രസിൽ എഴുക്കത്തിയാണ്. വലിയ പറഞ്ഞോളയിക്കണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നല്ല പഠിച്ചു വരാൻ തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. നല്ല ബുദ്ധിശക്തി കൊടുക്കുമാറാവട്ടെ. പഠിക്കാനുള്ള ഹിഫ്ളും ഹിക്മത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ലൊരു ആലിമത്തായി ഇറങ്ങിക്കാണാൻ അവർക്ക് തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. അതിന് ജലി എന്ത് ചെയ്യണം? ഈ കുട്ടിനെ നല്ലൊരു ഇസ്ലാമിക് കോളേജില് ഹാദിയക്ക് എന്തിനെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ചേർക്കണം. അത് ഇൻഷാ അല്ലാഹ് നാളേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടായി മാറും. സെലീന മരണപ്പെട്ടാൽ ആ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഈ മോളായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സെലീന മരിക്കാനല്ല, ഇവിടെ മരണപ്പെടുമ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചെറിയൊരു കുഞ്ഞു സമ്മാനം. ബിസ്മില്ലാ. رباه عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي رباه عفوك إني للنور مدت يداي نزعت أسرار قلبي وعفوك إني للنور مدت يداي